ഹായ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജയം ജണി. രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുള്ളൂ. ഒന്ന് പുഷ്പ ടു, മറ്റത് ബറോസ്. ഈ ബറോസിന്റെ വീഡിയോ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുള്ളതും കങ്കുവേന്റെ ഭയങ്കരമായിട്ടുള്ള സക്സസും എല്ലാം കൂടെ കാരണം അതങ്ങനെ വിട്ടുപോയതാണ്. എന്തായാലും ബറോസിനെ കുറിച്ച് കുറച്ച് കൂടുതൽ തന്നെ സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് ആദ്യം നമുക്ക് പുഷ്പ ടു അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. വേറൊന്നുമല്ല, നാളെ വൈകുന്നേരം 6:03 പുഷ്പയുടെ എല്ലാവരും കാത്തിരിക്കുന്ന ട്രെയിലർ വരുന്നത്. സോ പുഷ്പ ടു ദ റൂൾ ട്രെയിലർ ഔട്ട് ടുമോറോ അറ്റ് 6:03 PM എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ആക്സും ഉണ്ട് അവിടെ. ആക്സ് ഇല്ലാത്ത പരിപാടിയില്ല. എന്നിട്ട് ഇവിടെ ഒരു പോസ്റ്ററും തന്നിട്ടുണ്ട്. താഴെ എഴുതിയിരിക്കുന്ന മൈത്രി ഒഫീഷ്യൽ ഹ്യൂമങ്കസ് ഡിസ്ട്രക്ഷൻ ലോഡിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു സംഭവത്തിൽ ഇത് ഫുള്ളായിട്ടോ ഇപ്പൊ ഈ അടുത്ത് വന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ റെഡ് പൗഡർ പൊടി ഈ സംഭവങ്ങൾ കാണുന്നുണ്ട്. അതെന്തോ ഒരു ഉത്സവം ആ സമയത്ത് നടക്കുന്ന എന്തോ സംഭവം. ഇവൻ ഇദ്ദേഹം ഒരു ഭദ്രകാളിയായിട്ടൊക്കെ ഉള്ളൊരു ചെറിയൊരു ഗ്ലിംസ് ഒക്കെ വന്നിരുന്നല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്. എന്തായാലും ട്രെയിലർ ടുമോറോ 6:03 PM എന്നാണ് ഇതിലും എഴുതിയിട്ടുള്ളത്. പിന്നെ കാണുന്നത് 2 ആക്സ് ക്രോസ് വെച്ചിട്ട് നിൽക്കുന്ന അല്ലുവിന്റെ ലുക്ക്. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഫസ്റ്റ് പാർട്ടിനേക്കാളും കൂടുതൽ വയലൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള സിനിമയാണ്. പിന്നെ ഭയങ്കര ഹൈപ്പ് ഒരു സിനിമയ്ക്ക് ഇനി കൊടുക്കില്ല. കാരണം കങ്കുവ അത്രയും പ്രതീക്ഷയോടെ കാത്തുന്ന സാധനമാണ്. പക്ഷെ ഒരുമാതിരി മറ്റേ പരിപാടിയായി പോയി. പിന്നെ ഇതിലെന്താണ് പ്രതീക്ഷ എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടതാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വലിയ മോശം ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ അല്ലു അർജുനാണ്. ആ ഒരു സാഗും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അല്ലു അർജുൻ സിനിമയ്ക്ക് പോകുമ്പോൾ ഇതിന്റെ സ്ക്രിപ്റ്റോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപരി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണാനാണ് ഒരു 90% ആളുകളും തിയേറ്ററിലേക്ക് പോകുന്നത്. സോ അത് ഇതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്കത് മതി. ഞാൻ എന്തായാലും അത്രേ പ്രതീക്ഷയുള്ളൂ. അതിന് മുകളിലേക്ക് വേറെ ഒരു ഹൈപ്പും കയറ്റി വെക്കുന്നില്ല. ജസ്റ്റ് ഒരു അല്ലു അർജുൻ ഷോ അത് കാണാൻ പോകുക എന്നുള്ളതാണ് പുഷ്പയുടെ കാര്യത്തിൽ എന്റെ തീരുമാനം. പിന്നെ ഈ സിനിമയുടെ ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫാൻ ഷോ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ മലപ്പുറം ഇവരുടെ ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചിരുന്നു. ഇവിടെ നിലമ്പൂര് ഷോ ഉണ്ട്. 7 മണിക്കാണ് പറയുന്നത്. വണ്ടൂര് 4:30ക്കാണ് പറയുന്നത്. പുലർച്ചെ 4:30. ഇതിപ്പോ 4:30 വണ്ടൂർ പോയി കാണാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ഇവിടെ പെയർലാൻഡില് നിലമ്പൂര് ടൈം താഴത്തേക്ക് ആക്കണത്. അപ്പൊ അവിടെ 5 മണിക്കോ 6 മണിക്കോ ആക്കി കഴിഞ്ഞാൽ പിന്നെ വെനക്കെട്ട് അവിടെ പോയിട്ട് കാര്യം. 1 മണിക്കൂർ യാത്ര ഉണ്ട് ഇവിടുന്ന് വണ്ടൂർ വരെ പോയി വരാൻ. എന്തായാലും 4 മണിക്ക് അല്ലെങ്കിൽ 4:30ക്ക് മാക്സിമം 5 മണിക്കെങ്കിലും നിലമ്പൂർ ഷോ ആക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയാണ് കാത്തിരിക്കുന്നത്. പിന്നെ മനസ്സിലായി അതൊരു ഫെസ്റ്റിവൽ പോലെ ആ ഒരു മൂഡിൽ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ്. സോ പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ്. ഇനി പറയാനുള്ളത് നമ്മുടെ ബറോസ് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ. അതിനാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇവര് പറയുന്നത് വെച്ച് ഇത് ഒരു ഫാന്റസി ഫിക്ഷൻ ഒരു ഒരു വല്ലാത്ത ഒരു ഒരു സാധനം ചെയ്ത് ഇറക്കാൻ പോകുന്ന സിനിമയൊക്കെയാണ്. ഒരു പരീക്ഷണ ചിത്രം എന്ന രീതിയിലെ ആസ് എ മലയാള ഫിലിം എന്ന രീതിയിൽ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. ഹോളിവുഡ് സിനിമകൾ നമ്മളോട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതെന്താവും മലയാളത്തിൽ ഇങ്ങനെ സാധനം വരുമ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയന്നെ വേണം. ഇതിപ്പോ ലാലേട്ടനാണെങ്കിലും ആരാണെങ്കിലും അത് പ്രേക്ഷകർ എങ്ങനെ ഏറ്റെടുക്കുന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോ ഇതിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാസിലാണ് ഇതിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചത്. ഏകദേശം ഒരു 4 മിനിറ്റും എന്റെ മുകളിൽ 4 മിനിറ്റുള്ള ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ലാലേട്ടന്റെ വിശ്വാസ്യത, അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയാ അത്രയും ഹാർഡ് വർക്ക് അതെന്താണ്, അങ്ങനെ പല കാര്യങ്ങൾ പറയണ്ടായിരുന്നു. അതൊന്നും ഞാൻ അവിടെ വെക്കില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിന്റെ ഡേറ്റ് മാത്രമാണ്. അത് വീഡിയോ വെക്കുന്നില്ല. ഡേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. എന്തായാലും അദ്ദേഹം അത് ഇൻസ്റ്റയിലൊക്കെ അതിന്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സോ December 25th അത് ഏകദേശം ആയി. December 5-ന് പുഷ്പ 2 വരുന്നു. അത് കഴിഞ്ഞ് നേരെ ഒരു ജസ്റ്റ് 20 days 25th ഇത് വേൾഡ് വൈഡ് തിയേറ്ററിൽ റിലീസിന് പറ്റും. പിന്നെ December 25th എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ്. അതെല്ലാവർക്കും അറിയാലോ. അപ്പൊ ക്രിസ്മസ് റിലീസ് ആയിട്ടാണ് വരുന്നത്. ഒരു പക്ഷെ ആ സമയത്ത് വരുന്ന ഹിറ്റ് അടിച്ചാൽ, ഇത് പോസിറ്റീവ് വന്നാൽ ആ സമയത്ത് പിന്നെ ഏത് സിനിമ വന്നിട്ടും കാര്യം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. ഒന്ന് അമ്മാതിരി പരീക്ഷണ സാധനമാണ്. 3D ആണ്. പോരാത്തിന് ലാലേട്ടന്റെ പെർഫോമൻസിൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല. എങ്ങനെ ഈ ഒരു ജോണർ കൂടി അങ്ങോട്ട് വർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഇനി എന്തായാലും ഇത് കുറെ മുമ്പ് ഈ ഒരു 2-3 സ്റ്റിൽ ഇതിന്റെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും ക്ലാരിറ്റി സ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കുറെ മുമ്പ്. എന്തായാലും റിപ്പോർട്ടർ ചാനലിൽ ഈ അടുത്ത് വന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോഴേ ഞെട്ടല്ലേ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ലാലേട്ടൻ വരുന്നത് ഒരു 1.5 പടവുമായി. ബറോ സ്റ്റിൽസ് കണ്ട് കണ്ണ് തള്ളി സോഷ്യൽ മീഡിയ.
ഇതാണ് ആ പോസ്റ്റർ. ഇതിലുള്ള ഓരോ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എന്താ സാധനം. ശരിക്കും ഒരു ഹോളിവുഡ് ക്വാളിറ്റി നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യത്തേത് ഒരു ഏതോ ഒരു ചക്രവർത്തി പോലെ ഒരാൾ അവിടെ ആസനസ്ഥനായിരിക്കുന്നതാണ് കാണുന്നത്. പക്ഷെ അത് കാണുമ്പോൾ മാത്രം എനിക്ക് ആ ഒരു സ്റ്റില്ല് കാണുമ്പോൾ മാത്രം ഒരു നാടകം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു നാടകത്തിലൊക്കെ ഉള്ള സ്റ്റില്ല് പോലെ, ഒരു ലൈവായിട്ട് നാടകം കളിക്കുമ്പോഴുള്ള സ്റ്റില്ല് പോലെയൊക്കെ. ഒരു പക്ഷേ അത് ആ സിനിമയിലെ ഏതെങ്കിലും ഭാഗമായിരിക്കാം. നമ്മളൊന്നും അറിയാതെ ഒന്നും പറയാൻ പറ്റില്ല. അതല്ലാതെ ഇപ്പുറത്തെ ഏതൊരു സായിപ്പുണ്ട്, അത് ആരാണാവോ, നിങ്ങൾക്ക് ആളാരെങ്കിൽ പറയാ. അയാളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏതോ ഒരു ഹോളിവുഡ് നടനെ പോലെയാണ് തോന്നുന്നത്. തൊട്ട് താഴെ ഒരാളുണ്ട്, കയ്യിൽ ഒരു വടിയും അവർ തലയൊട്ടിക്ക് വെച്ചിട്ട് ഒരു രൂപം. പക്ഷെ അത് കാണുമ്പോൾ മാത്രം കങ്കുവാണ് ഓർമ്മ വരുന്നത്. സോ കങ്കു ഓർമ്മ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. ശരിക്കും കങ്കുവാണ് ഓർമ്മ വരുന്നത്. അതേ രീതിയിലുള്ള ഡ്രസ്സിങ്ങും ഈ പുലിനകട്ട പോലത്തെ മാലയും കുറച്ച് വന്നുകൊണ്ട് അലറിയിട്ട് വെറുപ്പിച്ച് പോകുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പുറത്തുള്ള നമ്മുടെ ലാലേട്ടൻ. ഇതന്നെ പല സ്റ്റില്ലായിട്ട് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഈ സംഭവങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. ഈ ലാലേട്ടൻ്റെത് കിടിലനായിട്ടുണ്ട്. പുള്ളിക്കാരന്റെ താടിയാണെങ്കിലും മൊട്ടയിൽ അടിച്ചിട്ടുള്ള ഒരു എന്താ പറയാ പ്രിന്റ് ഉണ്ടല്ലോ, നമ്മുടെ അതിനെന്താ പറയാ, നമ്മള് ടാറ്റു ചെയ്തിട്ടുള്ള സാധനം മുട്ടയൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. മുട്ട പിന്നെ റിയലിസ്റ്റിക് അല്ലാതെ അല്ലെ. മുടി പഠിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്, ഐ ഡോണ്ട് നോ. എന്തായാലും അത് ഭയങ്കരമായിട്ടുണ്ട്. കോസ്റ്റ്യൂം എല്ലാം കൊണ്ടും ലാലേട്ടന് ചേരുന്ന പോലെ തോന്നുന്നുണ്ട്. ഇപ്പൊ എനിക്ക് മലൈക്കോട്ട വാലിബനെ കണ്ട സമയത്ത് മലൈക്കോട്ട വാലിബൻ വേറൊന്നും അല്ലാതെ അതിന്റെ ലുക്ക് ഉണ്ടല്ലോ ലാലേട്ടന്റെ, അതെനിക്ക് ഭയങ്കര ഒരു അത്ര ആപ്റ്റ് അല്ലാത്ത പോലെ ഫീൽ ചെയ്തിരുന്നു. പുള്ളിക്കാരന്റെ ഒരു 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 ഹൈറ്റ് കുറഞ്ഞ പോലത്തെ ഒരു ഫീല്. ലാലേട്ടന് ഒട്ടും ഹൈറ്റ് ഇല്ലാത്ത നമ്മുടെ എങ്ങനെ പറയപ്പോ അത് യോധയിലുണ്ടല്ലോ ഗുരു, ഇദ്ദേഹത്തിനെ ഈ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ഗുരു, ആ ഒരു രീതിയിലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒട്ടും ഹൈറ്റ് ഇല്ലാത്തൊരു പെട്ടെന്നൊരു കുള്ളനായ പോലുള്ള ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു ഫീല് തോന്നിയിരുന്നു. ഒരു ബോഡി ഷെയിം പോലെ പറയുന്നതല്ല, ഞാൻ കോസ്റ്റ്യൂമിന്റെ പ്രശ്നമാണ് പറയുന്നത്. ആ രീതിയിൽ തന്നെ ദയവായിട്ട് മനസ്സിലാക്കുക, ഞാൻ കോസ്റ്റ്യൂമിന്റെ പ്രശ്നമാണ് പറയുന്നത്. അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ ഈ ഒരു ലുക്ക് ഉണ്ടല്ലോ, ഈ ഭൂതത്താനായിട്ടുള്ള വാസ്കോഡ ഗാമയുടെ നിധി കാക്കുന്ന ഭൂതം, അതാണല്ലോ ആ ഒരു കോൺസെപ്റ്റ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിന് ചേരുന്ന രീതിയിലുള്ള ഒരു ഭൂതം എന്നുള്ള രീതിയിൽ ആ കോസ്റ്റ്യൂമും പഴയ കാലഘട്ടവും എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് മാച്ച് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള കാര്യം ഇതല്ലാതെ വേറെ 2-3 സ്റ്റില്ല് വന്നിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടിയുടെ കൂടെ ഉള്ളത്, ഒരു താറാവും ഒക്കെ ഉള്ളൊരു സംഭവം, ആ കുട്ടിയുടെ ഡ്രസ്സിങ്, അതിന്റെ അടുത്ത് നിൽക്കുന്ന ലാലേട്ടൻ. പക്ഷെ അതിൽ കുറച്ച് മുടിയുള്ള ടൈപ്പാണ് തോന്നുന്നു. അപ്പം അതൊക്കെ ഭയങ്കര ഭയങ്കര ഒരു ഹോളിവുഡ് സാധനം എന്നുള്ള രീതിയിലുള്ള ഒരു ഫീല് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത്രയും ക്വാളിറ്റി അതിന് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആകെ അറിയേണ്ടത് സിനിമ തിയേറ്ററിൽ വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇതിനെ കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ന്യൂസ് പോലെ വന്നുള്ള സംഭവം, അത് ലാലേട്ടൻ 100% കോൺഫിഡന്റ് ആണ്. ബറോസ് ഗംഭീരമെന്ന് ഉറപ്പ് നൽകി സംവിധായകനും ഫോട്ടോഗ്രാഫറുമായ അനീഷ് ഉപാസന. ന്യൂസ് ഇങ്ങനെയാണ്: സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഈ ഷോയ്ക്ക് ശേഷം കലാസംവിധായകൻ സന്തോഷ് രാമൻ വിളിച്ച് സംസാരിച്ചിരുന്നു എന്നും സിനിമ ഗംഭീരമായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമെന്നും അനീഷ് ഉപാസന പറഞ്ഞു. പരിചയസമ്പന്നനായ ഒരു സംവിധായകനെ പോലെയാണ് മോഹൻലാൽ ബറോസ് ഒരുക്കിയിരിക്കുന്നത്. ആ ചിത്രത്തിൽ അദ്ദേഹത്തിന് 100% ആത്മവിശ്വാസം ഉണ്ടെന്നും അനീഷ് ഉപാസന അഭിപ്രായപ്പെട്ടു. ഈ ചെയ്ത ആളുകളുടെ ആത്മവിശ്വാസവും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, സൂര്യനെ പോലെ ഒരു ആക്ടറുടെ അടുത്തുനിന്ന്, ഞാൻ വീണ്ടും അത് വീണ്ടും വീണ്ടും പറഞ്ഞ് ഇങ്ങനെ പുള്ളിനെ കൊള്ളിക്കാൻ വേണ്ടി പറയല്ല, പക്ഷെ ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. സൂര്യനെ പോലെ ഒരു ആക്ടർ, അവിടെ ശിവയോ മറ്റുള്ളവരോ എല്ലാവരും ഉണ്ടായിക്കോട്ടെ, സൂര്യ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയും നെവർ സീൻ ബിഫോർ, അത്ര സംഭവം ഇത് ഭയങ്കരമായിരിക്കുന്ന രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചു. എന്താണ്ടായത്? സോ ഒരു മേക്കർ എന്ന രീതിയിൽ അവരുദ്ദേശിച്ച് ചിലപ്പോൾ വന്നിരിക്കാം, അവർക്കത് വർക്കായിട്ടുണ്ടാവാം, അത് കാണുന്ന പ്രേക്ഷകന് വർക്കാണെന്ന് യാതൊരു നിർബന്ധവുമില്ല. പിന്നെ മേക്കിങ്ങിന്റെ കാര്യത്തിൽ എനിക്കും യാതൊരു ഡൗട്ടും ഇല്ല. കാരണം എന്താ വെച്ചാൽ, സംവിധായകൻ മോഹൻലാൽ ആണ് എന്നുള്ളതിന് അപ്പുറത്തേക്ക് മോഹൻലാലിനെ പോലെ ഒരാൾ സംവിധാനം ചെയ്യുമ്പോൾ അതിൽ ഉപയോഗിച്ചിരുന്ന ടെക്നീഷ്യൻസ്, അത് വർക്ക് ചെയ്തിട്ടുള്ള മറ്റാളുകൾ, അതൊക്കെ കിട്ടാവുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ആളുകളാണ്. അതിന്റെ എഡിറ്റിംഗ് ആണെങ്കിലും മറ്റ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും, അത് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും മറ്റ് സിനിമോട്ടോഗ്രാഫർ ആണെങ്കിലും, എല്ലാം ക്യാമറ ഡിപ്പാർട്ട്മെന്റ്, ഇതിന്റെ എന്താ പറയാ ലൈറ്റ്സ്, മറ്റത് മറിച്ചത് എന്തൊക്കെ ഉണ്ടോ ഇതെല്ലാം കിട്ടാവുന്നില്ല. ഇപ്പൊ സ്റ്റണ്ട് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, കിട്ടാവുന്നതിൽ ബെസ്റ്റ് ആളുകളായിരിക്കും വെച്ചിട്ടുണ്ടാവുക. സോ അവർ എന്തായാലും ഒരു സീൻ ഇങ്ങനെയെന്ന് പറഞ്ഞു കൊടുത്താൽ അത് ഏത് രീതിയിൽ വരണം എന്നുള്ള ഐഡിയ അവർക്ക് തന്നെ ഉണ്ടാവും. ഒരു ഡയറക്ടർ അയാൾക്കാരുടെ വിഷൻ മാത്രം ഉണ്ടായാൽ മതി എന്നാണല്ലോ, അതെല്ലാവർക്കും അറിയാലോ. ഞാൻ എന്ത് പറയണം എന്നുള്ളൊരു വിഷൻ, അതിനുള്ളൊരു ക്ലാരിറ്റി മാത്രമേ വേണ്ടുള്ളൂ. അത് ആ രീതിയിൽ എടുക്കാൻ അറിയുന്ന ആളുകളാണ് ഇതിന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. സോ വർക്ക്
വർക്ക് അടിപൊളിയായിരിക്കും, അതിലൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. സ്ക്രിപ്റ്റ് വൈസ്, അതിന്റെ മേക്കിംഗ് വൈസ് നമ്മളേക്ക് അത് എത്രമാത്രം എത്തും അതിനെ സംബന്ധിച്ചിരിക്കും പടം ഹിറ്റാണോ ഫ്ലോപ്പ് ആണോ. അതെല്ലാ പടം അങ്ങനെയാണ്. എസ്പെഷ്യലി ഇത്തരത്തിലൊരു പരീക്ഷണ ചിത്രമാകുമ്പോൾ, ഫാന്റസി ചിത്രമാകുമ്പോൾ അതിന് കുറച്ചുകൂടെ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. രണ്ട് സിനിമയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. എന്നാലും ബറോസ് പോലൊരു സിനിമയ്ക്ക് ഒരുപാട് ഹൈപ്പ് കയറ്റി വെക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ആ സിനിമ വന്ന് തന്നെ കാണുക. പരീക്ഷണ ചിത്രം എന്നുള്ളത് കൊണ്ടും ഇത്തരത്തിലൊരു സാധനം ആയതുകൊണ്ടും അവരുടെ ആ ഒരു വർക്കിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. സിനിമ വരട്ടെ, എന്നിട്ട് പറയാം. പുഷ്പ പറഞ്ഞ പോലെ ഒരു അല്ലു അർജുൻ ഷോ അതങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പുഷ്പയാണോ, ഭരോസ ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതുവരെയായിട്ട് കാണാം. കാണുന്നവരെ.